അപ്പോൾ നമ്മൾ നമ്മുടെ മരട് മുനിസിപ്പാലിറ്റിയുടെ ബോർഡർ കഴിഞ്ഞ് തൊട്ടടുത്ത് പേട്ടയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഇന്ന് പോകുന്നത്. അപ്പോൾ ഇൻട്രോ ഇങ്ങനെ തുടങ്ങുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോയാണ്. സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഒരു ബോർഡ് കാണിച്ചു തരാം. ഇതാ ഈ ബോർഡ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. 365 ദിവസവും സദ്യ കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിൽ സദ്യ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? എന്നും സദ്യ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നും സദ്യ കഴിക്കാന്ന് വെച്ചാൽ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇടയ്ക്കൊക്കെ സദ്യ കഴിക്കണം എന്ന് വെച്ചാൽ നമുക്ക് സദ്യ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ എന്നും സദ്യ കിട്ടുന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ ആ സദ്യ കിട്ടുന്ന സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോയാലോ. അതുപോലെ സദ്യ കിട്ടുന്നൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. നമ്മുടെ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയ്ക്കും മരടിനും ഇടയിലായിട്ട്, മരടെത്തുന്ന തൊട്ടടുത്ത് തന്നെ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് പൂർണ്ണശ്രീയുടെ ഇലസദ്യ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഇലസദ്യ എന്ന് പറഞ്ഞിട്ടാണ് അവർ ബോർഡ് വെച്ചിരിക്കുന്നത്. പൂർണ്ണശ്രീയുടെ സദ്യയാണ്. അപ്പോൾ നമുക്ക് സദ്യ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വരും. അപ്പോൾ ഇത് പൂർണ്ണശ്രീ കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ട് തൃപ്പൂണിത്തുറയിലൊരു കാറ്ററിംഗ് സർവീസ് ഉണ്ട്. അവരുടെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഇലസദ്യ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി. അപ്പോൾ ഞാനിവിടെ വന്ന് നേരത്തെ ഊണ് കഴിച്ചിട്ടുണ്ട്. ആ ഊണ് കഴിച്ചിട്ട് ഇഷ്ടമായതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഒരു എന്താ പറയുക, പെയ്ഡ് പ്രൊമോഷനൊന്നല്ല. ഞാൻ എനിക്കിഷ്ടമായ കാര്യങ്ങൾ നിങ്ങളോടും കൂടി പറയുന്നു. നിങ്ങൾക്ക് പലർക്കും സദ്യ കഴിക്കാൻ ഇഷ്ടമുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സദ്യ കഴിക്കാനുള്ള ഇലയൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇവിടെ ഇന്നിപ്പോൾ പാലടയും പരിപ്പും ഉണ്ടോ പായസം. ഇവിടെ പഴം പായസം സദ്യയാണ്. അതാണ് എനിക്കിഷ്ടപ്പെട്ട പായസം ചോദിച്ചറിഞ്ഞിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സദ്യ വിളമ്പുമ്പോൾ കാര്യങ്ങളൊക്കെ കാണാം. നിങ്ങളെ കൂടെ കാണുന്നില്ല. ഇത് മറ്റേ കായത്തിൽ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അതുപോലെ സാരമില്ല. അപ്പോൾ നമ്മുടെ സദ്യയുടെ വിഭവങ്ങളൊക്കെ എത്തിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം കേട്ടോ. ചിപ്സ്, ശർക്കര വരട്ടി, പഴം, പപ്പടം, മാങ്ങാച്ചാറുണ്ട്, നാരങ്ങാച്ചാറുണ്ട്. നമ്മുടെ ഓർമ്മകൾ ഉണർത്തുന്നൊരു വിഭവമാണ് കായത്തൊലി പയറ് തോരൻ, അവിയൽ, കൂട്ടുകറി, പാവയ്ക്ക പച്ചടി, ഓലൻ, നമ്മുടെ പൈനാപ്പിൾ പച്ചടി, പുളിശ്ശി കാളൻ, അതുപോലെ തന്നെ ചോറ്, പിന്നെ നമ്മുടെ കട്ടിപ്പരിപ്പ്, പുളിയിഞ്ചി, പിന്നെ സാമ്പാർ, പായസങ്ങളൊക്കെ പുറകെ വരും. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ പായസം തന്നെ ആയിരിക്കില്ല ഡെയിലി. പായസങ്ങൾ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ പല ദിവസവും പല പായസങ്ങളായിരിക്കും. എല്ലാ ദിവസവും ഒരേ പായസം ഉണ്ടാവില്ല. 2 പായസം ഉണ്ടാവും ഓരോ ദിവസവും. പക്ഷെ ആ പായസങ്ങളിൽ പാലടയുടെ കൂടെ വേറെ വേറെ പായസങ്ങളായിരിക്കും. അപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് തുടങ്ങട്ടെ. ഞാൻ സാമ്പാറിന് പകരം ആദ്യം തന്നെ കട്ടിപ്പരിപ്പാണ് കഴിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് പരിപ്പാണ്. അപ്പോൾ ഞാൻ പതുക്കെ പരിപ്പും പപ്പടവും ചേർത്ത് കഴിച്ചു തുടങ്ങട്ടെ. ഞാൻ ഇതിന് മുൻപ് ഇവിടെ ഒന്ന് സദ്യ കഴിച്ചു പറഞ്ഞല്ലോ. ആ സദ്യ കഴിച്ചിട്ട് എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്ന് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സദ്യ കഴിക്കണം എന്ന് തോന്നുമ്പോൾ നിങ്ങളിടയ്ക്ക് ഇതുവഴി വരൂ. എന്തായാലും എറണാകുളം ജില്ലയിൽ വേറെ എവിടെയും ഇതുപോലെ ഡെയിലി സദ്യ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ കഴിക്കാൻ തുടങ്ങാണ്ട് നിങ്ങൾ എല്ലാവരും കൊടിയോടെ കാത്തിരിക്കും. ഞാൻ കഴിച്ചു തീർക്കട്ടെ. കഴിച്ചു തുടങ്ങണേ. ഇനി പായസം വരുമ്പോൾ നമുക്ക് പായസവും കൂടി കഴിക്കാം. ഓരോ വിഭവങ്ങളും ചേർത്ത് നമുക്ക് കഴിക്കാം. കൂട്ടുകറി എടുത്തിട്ടുണ്ട്. കൂട്ടുകറിയും
അണ്ടിപ്പരിപ്പും എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. പിന്നെ ഓരോ കറികളും നമ്മളെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് സദ്യ കഴിക്കണമെന്ന് മനസ്സിലൊരാഗ്രഹം തോന്നുന്നില്ല, എല്ലാവരും പോകുന്നുള്ളൂ പതുക്കെ ഇങ്ങനെ. ഇത് വീണ്ടും ഞാൻ പറയുകയാണ്, പ്രൊമോഷനല്ല. എൻ്റെ ഒരാഗ്രഹം സദ്യ കഴിക്കുക എന്നുള്ളത് എപ്പോഴും മനസ്സിൽ തോന്നുന്നൊരാഗ്രഹമാണ്, ഇടയ്ക്കിടയ്ക്ക് സദ്യ കഴിക്കുക എന്നുള്ളത്. അതപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരാമല്ലോ എന്ന് വിചാരിച്ചു. ഈ സദ്യ കഴിക്കുക എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും മനസ്സിൽ തോന്നുന്നതാണ്. അപ്പോൾ ആ ഒരാഗ്രഹം നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളും അത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. എല്ലാവരും അത് കഴിക്കും കേട്ടോ, ഞങ്ങളും കഴിക്കട്ടെ. അപ്പോൾ ഞാൻ സദ്യ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ പായസം വന്നിട്ടുണ്ട്. പായസം എന്താ, നല്ല പാലട പായസമാണ്. അപ്പോൾ ആദ്യം നമുക്ക് പാലട പായസത്തിൽ തുടങ്ങാം അല്ലേ. അടിപൊളി പാലട പായസമാണ്. പാലട പായസം ഇഷ്ടമുള്ളവരെല്ലാവരും ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എത്ര പേർക്ക് പാലട പായസം ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ ഞാൻ പാലട പായസം ഗ്ലാസ്സിൽ തന്നെയാണ് കഴിക്കുന്നത്, ഇലയിലല്ല. ഇലയിൽ നമുക്ക് പരിപ്പ് പായസം കഴിക്കാം. അപ്പോൾ പായസം കഴിക്കട്ടെ. നല്ല സൂപ്പർ പായസമാണ് കേട്ടോ, ആവശ്യത്തിന് മധുരം എല്ലാം നല്ല ടേസ്റ്റ്, നല്ല കുറുകിയ പായസമാണ്. അപ്പോൾ ഞാൻ പാലട പായസം കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ സിപ്പായിട്ട് എനിക്ക് പാലട പായസം കഴിക്കാനും കൂടി ഇരിക്കുന്നുണ്ട്, ഒരു ഗ്ലാസും കൂടി രാജ്യമായിട്ട്. അത് ഞാൻ ഇടയ്ക്കെടുത്ത് കഴിച്ചോളാം. പിന്നെ ഇനി നമുക്ക് പപ്പടമൊക്കെ പതുക്കെ പൊടിച്ചിട്ട് നമ്മുടെ പരിപ്പ് പായസം കഴിക്കാം. പരിപ്പ് പായസം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പരിപ്പ് പായസത്തിന് ഒരു ട്രഡീഷണൽ ടേസ്റ്റാണ് കേട്ടോ. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പരിപ്പ് പായസമില്ലേ, വരട്ടി എടുക്കുന്നൊരു പരിപ്പ് പായസം, ആ ഒരു ടേസ്റ്റാണ് ഇവിടുത്തെ പരിപ്പ് പായസത്തിന് കേട്ടോ. അപ്പോൾ ഞാൻ പപ്പടവും പരിപ്പും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് പരിപ്പ് പായസം കഴിക്കാൻ പോവാണ്. നിങ്ങൾ കൊതിപ്പിക്കുകയാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, കുറേ ദിവസങ്ങൾക്ക് ശേഷം വന്നിട്ട് കൊതിപ്പിക്കാൻ വന്നിരിക്കുകയാണെന്നൊന്നും വിചാരിക്കല്ലേ. അപ്പോൾ അതാ ഇനി ഞാൻ പരിപ്പ് പായസം കഴിക്കാൻ പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ തിരക്കായി വരുന്ന സമയമാണ് കേട്ടോ. തിരക്കായി വരുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് സമയം വീഡിയോ എടുക്കില്ല. എന്നാലും ഞങ്ങളൊരു 12 വന്നതാണ്. ഇപ്പോൾ ചെയറൊക്കെ വലിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നില്ലേ, നല്ല തിരക്കായി. 1 മണിക്ക് ശേഷം നല്ല തിരക്കാണ്, ഒരു 3:30 വരെ. അപ്പോൾ ഞാൻ ടൈം പറയാം, 11:30 to 3:30 ആണ് ഇവിടുത്തെ സമയം. ഞങ്ങളൊരു 12 മണി കഴിഞ്ഞപ്പോൾ വന്നതാണ്. ഇപ്പോൾ 1 മണിയായി. 1 മണിയായപ്പോൾ അത്യാവശ്യം എല്ലാ ചെയറും ഫുള്ളായി കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് സമയം ഞാനിരുന്ന് സംസാരിച്ച് നിങ്ങളെ കത്തിവയ്ക്കുന്നില്ല, ഇവിടുത്തെ ആൾക്കാരുടെ പ്രൈവസി നശിപ്പിക്കുന്നില്ല. ഞാനിനി പായസം കഴിക്കട്ടെ. രാജ്യയുടെ പായസം കഴിക്കാതെ വെയിറ്റ് ചെയ്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പായസവും കൂടി കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഞാൻ രാജ്യവേട്ടൻ്റെ പരിപ്പായസം കടമെടുക്കുകയാണ് കേട്ടോ. കടമെടുക്കാന്ന് വെച്ചാൽ കടമെടുത്താൽ തിരിച്ചു വരില്ല. രാജ്യവേട്ടൻ്റെ പരിപ്പായസം കൂടി എടുക്കാൻ പോവാണ്. അതെന്നുവെച്ചാൽ എനിക്ക് പരിപ്പായസം ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എനിക്ക് പരിപ്പായസം ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. പല വീഡിയോയും നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള പലർക്കും അറിയാം പരിപ്പായസത്തിൻ്റെ ഒരു വീക്ക്നെസ് ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പരിപ്പായസം കൂടി എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പരിപ്പായസം മുഴുവൻ കഴിച്ചിട്ട് നിങ്ങളോട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. പരിപ്പായസം കഴിച്ചത് അല്ലെങ്കിൽ പിന്നെ രക്ഷയില്ല. അപ്പോൾ പരിപ്പായസം അല്ലാതെ പഴപ്രഥമൻ ഉണ്ടാകാറുണ്ട്, ഗോതമ്പ് പായസം ഉണ്ടാകാറുണ്ട്. പിന്നെ ഏതൊക്കെയാണെന്ന് ഞാൻ ഇവിടുത്തെ ചേട്ടനോട് ചോദിച്ചിട്ട് പറയാം കേട്ടോ. എനിക്ക് ഈ 2 പായസമാണ് ചേട്ടൻ പറഞ്ഞു തന്നത്. ഞാനിപ്പോൾ പരിപ്പായസം ഉണ്ടെന്ന് വിളിച്ചു വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പരിപ്പായസമുള്ള ദിവസം മാത്രമാണ് ഞാനിവിടെ ഊണ് കഴിക്കാൻ വന്നിട്ടുള്ളത്. ചോദിച്ചിട്ടെടുക്കാൻ പോകണം. എടുക്കല്ല ഒന്ന് കാര്യങ്ങളൊക്കെ എടുക്കല്ല. ഇതാ ഞാൻ മുഴുവൻ കഴിച്ചു കഴിഞ്ഞു. ഇല മടക്കാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞു. സന്തോഷമായി. ഇത്രയാണ് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി. ഇനി നമുക്ക് പുറത്തേക്ക് പോയി കൈ കഴുകിയിട്ട് ബാക്കി വിശേഷം പറയാം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു, കൈ കഴുകി. ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഞാനപ്പോൾ ഈ ഒരു ഔട്ട്ലെറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടുത്തെ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഹരി തമ്പാൻ എന്ന് പറഞ്ഞിട്ട് ഒരു 1960s ഇപ്പോൾ നടത്തുന്ന സുനിൽ തമ്പാൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അച്ഛൻ, നമ്മളെക്കാളൊക്കെ ഒരുപാട് പ്രായമുള്ള ഒരു അച്ഛനാണ് ഈ ഒരു ഔട്ട്ലെറ്റിൽ ഈ ഒരു പൂർണ്ണശ്രീ എന്ന് പറഞ്ഞ കാറ്ററിംഗ് സർവീസ് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞു തന്നിട്ട് ക്ലോസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു, വീഡിയോ വൈൻഡപ്പ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു.
അപ്പോൾ ഞാൻ ജസ്റ്റ് കഴിച്ച ആൾക്കാരുടെ അഭിപ്രായം ഒന്ന് ചോദിച്ചു. എൻ്റെ അഭിപ്രായം മാത്രം നിങ്ങളെ കേൾക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ 1960s എന്ന് പറയുമ്പോൾ പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ കല്യാണത്തിന് സദ്യ ഉണ്ടാക്കുന്ന ആൾക്കാർ വന്നിട്ട് സദ്യ നമുക്ക് വീട്ടിൽ ചെയ്തു തരായിരുന്നല്ലോ. അതിനുപോലെ അദ്ദേഹം സദ്യ ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുക്കുന്ന ഒരു രീതി ആരംഭിച്ചു. അങ്ങനെയാണ് പൂർണ്ണശ്രീ കാറ്ററിംഗ് തുടങ്ങി വയ്ക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയാണ് ഹരിതമ്പൻ ആൻഡ് സൺസ് എന്ന് പറഞ്ഞിട്ടാണ് പൂർണ്ണശ്രീ കാറ്ററിങ്ങിൻ്റെ തുടക്കം. അദ്ദേഹമാണ് പൂർണ്ണശ്രീ കാറ്ററിങ്ങിൻ്റെ ഓണർ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ സുനിൽ തമ്പാനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സദ്യയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് എൻ്റെ കാര്യം പറയണ്ട, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഹരി തമ്പാൻ എന്ന് പറഞ്ഞാൽ ഈ സുനിൽ തമ്പാൻ സാറിൻ്റെ അച്ഛൻ്റെ ഫോട്ടോയും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പൂർണ്ണശ്രീ കാറ്ററിങ്ങിൻ്റെ ഓണർ അദ്ദേഹമാണല്ലോ. പിന്നെ അദ്ദേഹം കണ്ടുപിടിച്ചതാണ് ഈ പൈനാപ്പിൾ പച്ചടി, നമ്മുടെ മധുരക്കറി, അതൊക്കെ അദ്ദേഹം കണ്ടുപിടിച്ചതാണല്ലോ. അപ്പോൾ ഇവരെനിക്ക് പറഞ്ഞു തന്നു പൂർണ്ണശ്രീ കാറ്ററിങ്ങിൻ്റെ അദ്ദേഹമാണ് ഈ ഒരു കറിയൊക്കെ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതിപ്പം ഈ മധുരാധ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് വിങ്ങാണ് ഇതിപ്പോൾ ഇത് നടത്തുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ ചേട്ടൻ ഈ പൂർണ്ണശ്രീ കാറ്ററിങ്ങുമായിട്ട് ടൈപ്പായിട്ട് നമുക്ക് ഇവിടെയും മരടിലും വുഡ്ലാൻഡ്സിലും 2 ഔട്ട്ലെറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ വീടും കൂടുതൽ ഒതൻറ്റിക് കേരള ഫുഡ് മറ്റുള്ള നമുക്കും അതുപോലെ വിദേശികൾക്കും സ്വദേശികൾക്കും എല്ലാവർക്കും നൽകുക എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ. അപ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ അദ്ദേഹം തുടങ്ങിയതാണിത്. ആ ചേട്ടൻ്റെ പേര് ഗോപിനാഥ മേനോൻ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒതൻറ്റിക് കേരള ഫുഡ് സദ്യയായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ വുഡ്ലാൻഡ്സിൽ പോയിട്ടുണ്ടെങ്കിൽ കഴിക്കാം. അപ്പോൾ ഡെയിലി 11:30 to 3:30 നിങ്ങൾ ഈ ഒരു ടൈമിനിടയിൽ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് ഇലസദ്യ കഴിക്കാം, 2 തരം പായസവും കഴിക്കാം. അപ്പോൾ അത് റേറ്റാണ്. ഒരു ബുദ്ധിമുട്ടില്ലാതെ സുഖമായിട്ട് ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാവുന്ന സൗകര്യമുണ്ട്. അധിക സമയം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. കുറച്ച് തിരക്കൊക്കെ ഉണ്ട്, എങ്കിലും നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരിക. അല്ലെങ്കിൽ വന്ന് കുറച്ച് സമയം ഇരുന്നിട്ടുണ്ടെങ്കിലും മിക്കവാറും തിരക്കുള്ള സമയമാണ്. ഒരു മണിയൊക്കെ ആകുമ്പോൾ നല്ല തിരക്കാണ്. എങ്കിലും വന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷമായിട്ട് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.